ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി. ഇതുപോലുള്ള നല്ല ലയവും താളവുമുള്ള ഈണമുള്ള പാട്ട് നമ്മുടെ ന്യൂ ജനറേഷൻ തലമുറയ്ക്ക് വേണ്ട അത്രേ. അവർക്ക് യോയോ വേണം. ഈ യോയോ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പാട്ടുകൾ പാടാൻ പറ്റാതാകുമ്പോൾ ഉള്ളിൽ നിന്നും അറിയാതെ വരുന്ന അയ്യോ അയ്യോ ആണ് പിന്നീട് യോയോ ആയത്. അതായത് ശര ശര ശരദിന്ദു മല മല മലദീപം, ഇങ്ങനെയൊക്കെ ഈ പാട്ട് പാടാൻ പറ്റുമോ? ഇതാണ് അവർക്ക് വേണ്ടത്. നമ്മുടെ മൈക്കൽ ജാക്സൺ പോലും ചില പാട്ടുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടുകേൾവി. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. എങ്ങനെയുണ്ട് എന്റെ പാപ്പാ പ്രാസം? നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പച്ചത്തൻ പാടിയ പാട്ടു നീ കേട്ടോ, പാവാട ഇട്ടോണ്ട് ഉറഞ്ഞു കേട്ടോ. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അകത്ത് എഴുതിയിട്ട് കുഴിച്ചിടൂ കുഴിച്ചിടൂ കുഴിച്ചിടൂ. പച്ചത്തൻ പാടിയ പാട്ടു നീ കേട്ടോ, പാവാട ഇട്ടോണ്ട് ഉറഞ്ഞു കേട്ടോ. ജഗത് ചേട്ടൻ്റെ പാട്ട് വെച്ച് മൈക്കിൾ ജാക്സൺ എന്നെ അലക്കിയത്. പുള്ളിയുടെ ക്യാരിയറിൽ ഇത്രയും നല്ലൊരു പാട്ട് ചെയ്തിട്ടുണ്ടാവില്ല. മൈക്കിൾ ജാക്സൻ്റെ അലക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറെ രണ്ട് പിള്ളേരുണ്ട്. അടിപൊളി അലക്കല്ല അലക്കണ. ഡാൻസ് അല്ല കേട്ടോ, ശരിക്കും തുണി അലക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഒളിമ്പിക്സിൽ PV സിന്ധുവിന് ഷട്ടിൽ കളിക്ക് വെള്ളി മെഡൽ കിട്ടി. അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ ഷട്ടിൽ തരംഗമാണ്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഷട്ടിലിൻ്റെ പിറകെയാണ്. സിന്ധുവിന് വെള്ളിയും കിട്ടി, പുറകെ കുറെ കോടികളും കിട്ടി എന്ന് കരുതി ഈ അമ്മച്ചിക്ക് ഇത് എന്നാത്തിൻ്റെ സുഖേടാണ്. ഷട്ടിൽ കളിച്ച അമ്മച്ചി ഇപ്പോൾ കട്ടില്ല. സിന്ധുവിന് കോടികൾ കിട്ടി, അമ്മച്ചിക്ക് ഇപ്പോൾ ഒരു ഓണക്കോടി പോലും നേരെ നിന്ന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഇതാണ് പറയുന്നത്. ഷട്ടിൽ കളി എന്നൊക്കെ പറഞ്ഞാൽ അറിയാവുന്നവർ കളിക്കണം, അത് കണ്ട് പഠിക്കണം. ചുംബന സമരം വരെ നടന്ന നാടാണ് നമ്മുടെ കേരളം. കഷ്ടം. ചുംബിക്കാം, പരസ്പരം മനുഷ്യരെ അങ്ങോട്ടും കൂടി ചുംബിക്കാം. ആ ചുണ്ടും കൊണ്ടും നേരെ പാമ്പിനെ ചുംബിക്കാൻ ചെന്ന ഏത് വലിയ നാഗകന്യയാണെങ്കിലും പാമ്പ് കടിക്കും, ഉറപ്പ്. മലയാള TV സീരിയലുകൾ കാണാൻ നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എത്ര തിരക്കാണെങ്കിലും ആ സമയത്ത് ഓടി വന്ന് TV-യുടെ മുൻപിലിരിക്കും, സീരിയൽ കാണും. എന്തുകൊണ്ടാണ്? അതങ്ങ് ഓൺ ചെയ്യുമ്പോൾ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ആ ഒരു ഇടി, ആ ഒരു സ്റ്റണ്ട് കാണാൻ നമുക്കൊരു പ്രത്യേക സുഖമാണല്ലേ. എന്നാൽ അങ്ങനെ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ഒറിജിനൽ പാമ്പിൻ്റെയും കിരിയുടെയും ഒരു സ്റ്റണ്ട് ഇതേ പിടിച്ചു.
ഇല്ല അങ്ങ് പോവല്ല അധികം അങ്ങ് പോയി അത് പൊക്കളയും. നേരത്തെ ആള് കൂടിയപ്പോഴാണ് പോയത്. മാറി കാണാം, അടി കാണാം. ചെറുക്കേ കടി കിട്ടിയാണ്. ആളെ ഇരിക്കണോണ്ടാണ്. ആളെ ഇന്നാ കീരി വരും. കിട്ടി. അതിനിപ്പം പാമ്പിന് രക്ഷയില്ല കേട്ടോ. കടി കിട്ടി. പാമ്പിനെ കൊല്ലും. അതറിയാം, എവിടെയാണ് കടിക്കേണ്ടതെന്ന് അറിയാം. ഭയങ്കര പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അല്ല അത് കീരി അവനെ പെട്ടെന്ന് കടിക്കാൻ. ഇതുപോലെ നമ്മൾ ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണണ്ടേ. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് നേരെ ആവത്തില്ല. തലയും വാലും അറിയാത്ത ഏതൊരുത്തൻ ഈ പട്ടിയുടെ തലയെ കൊണ്ടൊരു കുടം കമത്തി. അയ്യോ, ഇനിയിപ്പോൾ പട്ടി കടിക്കാതിരിക്കാനുള്ള ഗവൺമെന്റിന്റെ പുതിയ കുടനയമായിരിക്കുമോ? ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കരിയണമേ. പറമേളം ചെണ്ടച്ചെങ്കില ധിപ്പുണി മദ്ദള മരമണിക്കിണികിണി പലതാളം തക്കിടകിട തകത ചുവടുകളിൽ ഒരു ഞൊടിയുടെ വിലയരുത്. ഹോയ് അമ്മ ഹോയ് ഹോയ്. അടവുകളുടെ ചുടുപകിടകൾ ഉരുളണ ഒരുവരമിനി അതിനരുളണമേ. ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി വണങ്ങി കുണുങ്ങി മണുങ്ങി കലങ്ങും വിലങ്ങി കുരുങ്ങി പരുങ്ങി. അയ്യേ, ഈ മരമടയനു ഞാനതിരല്ലടവൂ. ഒന്നും മേലഞ്ചാറട്ടില്ലത്തെലിപിടി കടലുകൾ ഒരു കുന്നിത്തൈ വെച്ചാലടോ. ആ കുന്നിത്തൈ മേലെ അന്നന്തിക്കിടയിൽ അടയ്ക്കകൾ കാച്ചു ചെന്നപ്പം മാങ്ങാപ്പഴം തൊലിയടിയിലൊരടി കുഴവി അമ്മ ഹോയ് ഹോയ്. കുഴവിയിൽ 70 കിഴവികൾ അഴകൊടു ചറപറ ഇടിയിടിയോ. ഇട്ടിച്ചും പീട്ടിച്ചും വലിച്ചും തൊഴിച്ചും കറിക്കും നുറുക്കും ചെറുക്കാം ചതച്ചും മുരിച്ചും തോലിച്ചും കുരുമുളക് അരിപൊടി ഒരു പിടി വിതറി വിടും. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. നമ്മുടെ നാറാണത്ത് ഭ്രാന്തൻ്റെ തലമുറകൾ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നാണ് റിപ്പോർട്ട്. പക്ഷെ ഒരു പട്ടി, അതേ സ്വഭാവമുള്ളൊരു പട്ടി എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊരു അറിവ് കിട്ടി. എൻ്റെ ബലമായ സംശയം ഈ പട്ടി പന്തിരുകുലത്തിലെ തന്നെ. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ പന്തെടുക്കൂല.
ഞങ്ങളുടെ വീടിനടുത്തൊരു ലാസർ ചേട്ടനുണ്ട്. ലാസർ ചേട്ടൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. ലില്ലിക്കുട്ടി എന്ന പൂച്ചയുടെ പേര്. ഈ പൂച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൗസിനെ കണ്ട പൂച്ച വെറുതെ വിടില്ല. മൗസിനെ കണ്ടാൽ മാത്രമല്ല, ലാസർ ചേട്ടൻ്റെ ലേസർ കണ്ടാലും പൂച്ച വിടില്ല. അന്ന വിചാരം മുന്ന വിചാരം. അന്നത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ജോലി ചെയ്തത്. ഭക്ഷണം കിട്ടിയാൽ അത് തരുന്ന ദൈവത്തോട് ഒരല്പനേരം പ്രാർത്ഥിച്ചിട്ട് വേണം അത് കഴിക്കാൻ. മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഭക്ഷണങ്ങൾ ഫ്രണ്ടിലേക്ക് വെച്ച അപ്പം തന്നെ വാരി വലിച്ച് തിന്നിട്ട് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ മൃഗങ്ങൾ അങ്ങനെയല്ല. അവരോട് പ്രാർത്ഥിച്ചിട്ട് കഴിക്കാൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചിട്ടേ കഴിക്കൂ. അതാണ്. Please bless the fruits of his plants so that you can be healthy and happy. Once again, thank you for God's blessing. Amen. Amen. പൂച്ച വീണാൽ അത് 4 കാലയിലേ വീഴുള്ളൂ. അതിപ്പോൾ കരയിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും. കാരണം എന്താ? പൂച്ചയ്ക്ക് 4 കാലുള്ളതുകൊണ്ട്. ഈ 4 കാലുള്ള പൂച്ചയ്ക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയ വെറും 2 കാല് മാത്രമുള്ള മനുഷ്യന്റെ സഹായം പൂച്ചക്ക് വേണ്ട. ഇങ്ങനെ തന്നെയാണ് കാറ്റോ. ഇത് മാറിക്കോ. പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കണം. ആ സമയത്ത് മൊബൈൽ എടുക്കരുത്. നമ്മുടെ മലയാളികൾ പണിയെടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ബംഗാളികളെ പണിക്ക് നിർത്തുന്നത്. ബംഗാളികളാണെങ്കിലാ പണിയെടുക്കുന്നത് തന്നെ മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇവന്മാരെ പണിക്ക് വെച്ച കോൺട്രാക്ടർ എന്താ ചെയ്യുന്നത്? Cadê o seu filho para trazer o concreto aí, Adão? Então, velho. Olha lá, ó. Dá uma olhada, olha lá, ó. Já que muda, ó. Você é doido, rapaz. Meu celular, velho. Você fez com meu celular. Qual que você fez com o celular? Oh, meu Deus do céu. Você tá falando com o povo aqui, mandando vídeo pro seu filho, você faz isso aqui. Cadê meu celular? Ah, você também não é. இந்த பாஷா ஒரு தடவு சொன்னா 100 தடவு சொன்ன மாதிரி. ഒറ്റ ചോദ്യം മതി ജീവിതം വഴിമാറിപ്പോവാൻ. ഒരു കോഴിയെ കിട്ടിയിട്ടുണ്ട്. ഇത് സുരേഷ് ഗോപിയുടെ ആണോ അതോ രജനീകാന്തിൻ്റെ ആണോ ഒരു ഡൗട്ടുണ്ട്. കാരണം ഒരൊറ്റ മുട്ടയേ ഇട്ടുള്ളൂ. സംഗതി ക്ലീൻ. Sie hörten den Landfunk. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടം എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഒരു കളിപ്പാട്ടമായിട്ടാണ് അഭിനയിച്ചത്. ഊർവശിയുടെ ഒരു കളിപ്പാട്ടമായിട്ട്. പക്ഷേ ഇത്രയും ഒറിജിനൽ കളിപ്പാട്ടമായിട്ട് മാറാൻ ലാലേട്ടന് പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല.
കാത്തിരുന്നു കാത്തിരുന്നു പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും മറഞ്ഞു പോയി വേനലിൽ ദളങ്ങൾ പോയി വളകളൂർന്നു പോയി. എം ജയചന്ദ്രൻ മ്യൂസിക് ചെയ്ത ഈ പാട്ട് പാടിയിരിക്കുന്നത് മലയാളിയല്ലാത്ത ശ്രേയ ഘോഷാലാണ്. മലയാളിയല്ലാത്ത വേറെ 2 പേര് ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഘോഷാലല്ല, എന്നാലും ഖുഷാലായിട്ടുണ്ട്. ഹലോ മിസ്റ്റർ പരേര, ഇന്ന് തൽക്കാലം ഇത്രയും മതി. ബൈ ദ ബൈ, ബൈ ബൈ, നമുക്ക് നാളെ കാണാം. ഈ പരിപാടിയിലേക്ക് രസകരവും കൗതുകവുമുള്ള വീഡിയോകൾ പ്രേക്ഷകർക്കും അയക്കാം. വീഡിയോ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9605464007. Yeah.